ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ ആൾ ദൈവങ്ങളെ തട്ടിയിട്ട് നടക്കാൻ മേല. ഓരോ ആഴ്ചയിലും ഓരോ പഞ്ചായത്തിൽ നിന്ന് ഓരോ ദൈവങ്ങൾ എഴുന്നേറ്റ് വരിക അല്ലേ? സ്വോത്രം. കഴിഞ്ഞ 3 മാസം മുമ്പ് ഞാനും പത്രത്തിൽ കണ്ടു, കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ആൾ ദൈവത്തിന് പനിയാണ്, എല്ലാവരും പ്രാർത്ഥിക്കണം. എന്നിട്ടും ബോധം വരാത്ത ആളുകളുണ്ടല്ലോ എന്ന്. ഇവിടെ ഒരുത്തൻ പനി മാറ്റിയാൽ പിന്നെ അവൻ അടുത്ത TV-യിൽ സ്റ്റാറാ. ഇത് ആ നാട്ടിലുള്ള ആളുകൾ കണ്ടു. അവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്, ഈ പൗലോസ് ചെയ്തത് പുരുഷാരം കണ്ടിട്ട് അവരെല്ലാ ആളുകളെയും വിളിച്ചുകൂട്ടി എന്നാണ് വായിക്കുന്നത്. വിളിച്ചുകൂട്ടി, എടാ ഓടിവാടാ, എടാ ജോസഫേ, എടാ മാധവൻകുട്ടി, എടാ പിന്നെ തോമസേ, എല്ലാവരും വിളിച്ചോണ്ട് ഓടിവാടാ, ഓടി എന്നാന്ന് ചോദിച്ചപ്പോൾ ഉടനെ പറയുകയാണ്, ദാ ദേവന്മാർ മനുഷ്യന്മാരുടെ രൂപത്തിൽ നമ്മുടെ അടുക്കൽ വന്നിരിക്കുന്നു. അവരെല്ലാവരെയും കൂടെ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, ദേവന്മാർ മനുഷ്യന്മാരെ പോലെ ഇറങ്ങി വന്നിരിക്കുന്നെന്ന് പറഞ്ഞു. എന്നിട്ട് എല്ലാവരും വിളിച്ചു വാടാ സ്വീകരിക്കടാന്നും പറഞ്ഞ് എല്ലാത്തിനെയും വിളിച്ചു കൂട്ടി. എന്തിനാണെന്നറിയാമോ? പൗലോസിനെയും കൂട്ടരെയും പിടിച്ച് ആൾ ദൈവങ്ങളാക്കാൻ നോക്കി. മനസ്സിലായോ? ഇപ്പം ഈ മനുഷ്യനെ പിടിച്ച് ആൾ ദൈവങ്ങളാക്കുന്ന പരിപാടി ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, പണ്ട് കാലം തൊട്ടേ ഉണ്ട്. ഇപ്പം കേരളത്തിലാണെങ്കിൽ ആൾ ദൈവങ്ങളെ തട്ടിയിട്ട് നടക്കാൻ മേല. ഓരോ ആഴ്ചയിലും ഓരോ പഞ്ചായത്തിൽ നിന്ന് ഓരോ ദൈവങ്ങൾ എഴുന്നേറ്റ് വരിക അല്ലേ? സ്വോത്രം. കഴിഞ്ഞ 3 മാസം മുമ്പ് ഞാനും പത്രത്തിൽ കണ്ടു, കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ആൾ ദൈവത്തിന് പനിയാണ്, എല്ലാവരും പ്രാർത്ഥിക്കണം. എന്നിട്ടും ബോധം വരാത്ത ആളുകളുണ്ടല്ലോ എന്നാണ് അല്ലേ? സ്തോത്രം. അപ്പം മനുഷ്യനെ പിടിച്ച് ആൾ ദൈവങ്ങളാക്കുന്ന പരിപാടിക്ക് ഇവരെല്ലാം കൂടെ ഓടിക്കൂടി പൗലോസിനെയൊക്കെ പൂമാലകൾ ഇട്ടുകൊണ്ട്, ആമെ കാളക്കുട്ടിയെ പിടിച്ച് യാഗം കഴിച്ചുകൊണ്ട് പൗലോസിനെയൊക്കെ ആൾ ദൈവങ്ങളാക്കാൻ ശ്രമിച്ചപ്പോൾ ഇന്ന് രാത്രി ദേശത്തോട് പറയാം, പൗലോസ് വസ്ത്രം കീറിക്കൊണ്ട് അവരോട് പറയുക, മനുഷ്യന്മാരെ, നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്? ഞങ്ങൾ നിങ്ങളെപ്പോലുള്ള വെറും മനുഷ്യന്മാരാണ്. ഓക്കെ, ആരാ ഈ പറയുന്നത്? നിഴല് തട്ടിയ രോഗി സൗഖ്യമാകുന്ന കൃപാവരമുള്ള മനുഷ്യൻ പറയുക, ഞങ്ങൾ നിങ്ങളെപ്പോലെ വെറും മനുഷ്യന്മാരാണ്. കേട്ടോ, ഇതൊക്കെയല്ലേ കണ്ടുപഠിക്കണം. ഇവിടെ ഒരുത്തൻ പനി മാറ്റിയാൽ പിന്നെ അവൻ അടുത്ത TV-യിൽ സ്റ്റാറാ. ആമേൻ. മനസ്സിലായോ? ഞങ്ങൾ നിങ്ങളെപ്പോലുള്ള മനുഷ്യന്മാരാണ്. നിങ്ങൾ ഈ വ്യർത്ഥ കാര്യങ്ങളൊക്കെ വിട്ടിട്ട് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലത്തെയും ഉണ്ടാക്കിയ ജീവനുള്ള ഒരു ദൈവമുണ്ട്, ആ ജീവനുള്ള ദൈവത്തിങ്കലേക്ക് തിരിയണം എന്നുള്ള സുവിശേഷം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. ഇന്ന് രാത്രി ഞങ്ങളും ഈ ദേശത്തോട് വിളംബരം ചെയ്യുന്നു. മനുഷ്യന്മാരെ, നിങ്ങൾ ആവശ്യമില്ലാത്ത മണ്ടത്തരങ്ങളൊക്കെ വിട്ടിട്ട് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലത്തെയും ഉണ്ടാക്കിയ ജീവനുള്ള ഒരു ദൈവമുണ്ട്, ആ ജീവനുള്ള ദൈവത്തിങ്കലേക്ക് തിരിയണം.